നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുവതിയെ ബലാത്സംഗം ചെയ്ത് നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ആദ്യ കേസായി തന്നെ ഹൈക്കോടതി പരിഗണിക്കാനാണ് സാധ്യത. പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം മാത്രമാണ് തമ്മിലുണ്ടായതെന്നും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയിട്ടില്ല എന്ന് അതെല്ലാം കെട്ടിച്ചമച്ച കഥയാണ് എന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദം. ജാമ്യ ഹർജിയെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർക്കുമെന്നാണ് വ്യക്തമാകുന്നത്. ഗർഭചിത്രത്തിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിച്ച മരുന്ന് കഴിച്ച് യുവതി അതീവ ഗുരുതരാവസ്ഥയിലായെന്നും രാഹുലിന് ജാമ്യം അനുവദിക്കരുതെന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം. കേസിൽ കക്ഷി ചേരാൻ പരാതിക്കാരിയും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് തന്റെ ഭാഗം കൂടി കേൾക്കണമെന്നാണ് പരാതിക്കാരിയുടെ ആവശ്യം. കേസിൽ പരാതിക്കാരിയായ തനിക്ക് നേരെ വലിയ സൈബർ ആക്രമണം നടക്കുകയാണെന്നും ഹർജിയിൽ പറയുന്നു. കേസുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ കോടതിയെ അറിയിക്കാനുണ്ടെന്നാണ് പരാതിക്കാരി കോടതിയെ അറിയിച്ചിരിക്കുന്നത്. പരാതി കൊടുത്തതിന്റെ പേരിൽ പലതരത്തിലുള്ള സൈബർ ആക്രമണമാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ചില കാര്യങ്ങൾ കോടതിയെ നേരിട്ട് ബോധ്യപ്പെടുത്താനുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ കേസിൽ കക്ഷി ചേർക്കണം, തന്റെ ഭാഗം കൂടി കേട്ടതിന് ശേഷം മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ കോടതി തീരുമാനമെടുക്കാവൂ എന്ന പരാതിക്കാരുടെ അപേക്ഷയാണ് കോടതിക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. ഇന്ന് കക്ഷി ചേരാനുള്ള ആവശ്യം കോടതി പരിഗണിച്ചാൽ അതിജീവിതയ്ക്ക് പറയാനുള്ള കാര്യം കോടതിയെ അറിയിക്കാൻ സാധിക്കും. രാഹുലിനെതിരായ ആദ്യ കേസിലാണ് കീഴ്ക്കോടതി ജാമ്യം നിഷേധിക്കുകയും പിന്നീട് മുൻകൂർ ജാമ്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തത്. രണ്ടാം കേസിൽ മാത്രമാണ് രാഹുലിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ആദ്യ കേസിൽ പരാതിക്കാരുടെ എല്ലാ വാദങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് കീഴ്ക്കോടതി ജാമ്യ ഹർജി തള്ളിയത്. പിന്നീട് മുൻകൂർ ജാമ്യ ഹർജിയുമായി ഹൈക്കോടതിയിൽ വന്നപ്പോൾ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞിരുന്നു. ജാമ്യ ഹർജിയിൽ തീരുമാനമുണ്ടാകുന്നതുവരെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് നീട്ടുകയും ചെയ്തിരുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജി തള്ളുകയാണെങ്കിൽ അത് കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് രാവിലെ മുതൽ തന്നെ ഹൈക്കോടതിന് മുന്നിൽ ജനം തടിച്ചുകൂടിയിരിക്കുകയാണ്. രാഹുലിന്റെ വിധി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ തടിച്ചുകൂടലെന്നാണ് വ്യക്തമാകുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ ആഹ്ലാദ പ്രകടനങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാകുന്നു. രാഹുൽ മാങ്കൂട്ടം വോട്ട് ചെയ്യാൻ വന്ന സമയത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്രനായി വീട്ടിലൊക്കെ തന്നെ സഞ്ചരിക്കുന്ന സാഹചര്യം, വീടിന് പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. വീടിന് പുറത്തെ തമ്പടിച്ച് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ നോക്കി നിൽക്കുന്ന മാധ്യമ പടയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിധി എന്താണെന്ന് അറിയാൻ സാധിക്കും. ആദ്യ കേസ് എന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു കേസ് പരിഗണിക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ശക്തമായ ക്രോസ് വിസ്താരം നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രോസിക്യൂഷനും കൃത്യമായി തന്നെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ തന്നെയാണ് തയ്യാറാകുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം.